ഒരുപാട് വാർത്തകൾ ഇന്നത്തെ മാധ്യമങ്ങളിൽ കാണുകയുണ്ടായി. ചിലത് നമ്മെ ബാധിക്കുന്നവ, മിക്കതും നമ്മെ ബാധിക്കുന്നില്ല എങ്കിലും ദേശീയ പ്രാധാന്യം ഉള്ളവ. അതിലേറ്റവും സന്തോഷം തോന്നിയത് ഇപ്രാവശ്യവും സ്പെല്ലിംഗ് ബിയിൽ ഒരു ഇന്ത്യക്കാരനാണ് വിജയം കണ്ടത്. ഈ അടുത്ത കാലത്തായിട്ട് കുറേ 10-20-25 വർഷമായിട്ട്, കാൽനൂറ്റാണ്ടായിട്ട് മിക്കവാറും ഇന്ത്യക്കാരാണ് വിജയിക്കുന്നത്. ചുരുക്കമായിട്ട് മാത്രമാണ് അല്ലാത്തവർ വിജയിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം വിജയിച്ചിരിക്കുന്ന കാലിഫോർണിയ സാൻ ബെർണർദീനോ, അവിടെ നിന്നുള്ള 14-കാരൻ ശ്രേയ് പരേഖ്, 8ാം ക്ലാസ് വിദ്യാർത്ഥി. അപ്പോൾ മിക്കവാറും ഇങ്ങനെയുള്ള ഈ സ്പെല്ലിംഗ് ബിയിൽ വിജയിക്കുന്നത് മിക്കവാറും ഉത്തരേന്ത്യക്കാരാണ്, അല്ലെങ്കിൽ തെലുങ്ക് വംശജരാണ്. മലയാളികളെ ആ വഴിക്ക് അങ്ങനെ കാണാറില്ല. ആകപ്പാടെ ഒരു മലയാളി 1ാം സ്ഥാനം നേടിയത് 2001 തോന്നുന്നു. ജോർജ് എബ്രഹാം തമ്പി എന്ന് പറഞ്ഞ ഡാലസിൽ ടെക്സസിൽ നിന്നൊരു ബാലൻ. പിന്നീട് അദ്ദേഹം ഏതോ ഇൻ്റർവ്യൂവിന് ചെന്നപ്പം, ഏതോ കമ്പനിയിൽ ഏതോ വലിയ ഉദ്യോഗത്തിന് ചെന്നപ്പോൾ ഈ സ്പെല്ലിംഗ് ബിയിൽ വിജയിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ആ ജോലി കിട്ടിയെന്നും പറഞ്ഞ് എഴുതിയതായിട്ട് വായിച്ചത് ഓർക്കുന്നു. ഈ 1988 ബാലു നടരാജൻ എന്ന് പറഞ്ഞൊരു ബാലനാണ് അന്ന് ആദ്യമായിട്ടൊരു ഇന്ത്യക്കാരൻ വിജയിക്കുന്നത്. പിന്നീട് അദ്ദേഹം ഡോക്ടറായി. ഈ സ്പെല്ലിംഗ് ബി നേടിയവരിൽ നല്ലൊരു പങ്ക് ഡോക്ടർമാരാവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അതിൽ തന്നെ ഈ പിള്ളേർ വർഷങ്ങളോളം കുത്തിപ്പിടിച്ചിരുന്നാണ് ഈ വേണ്ടാത്ത വാക്കുകളെല്ലാം കൂടി തലയ്ക്കകത്ത് കുത്തിക്കയറ്റിയാണ് ഇവർ ഈ മത്സരത്തിന് പോകുന്നത് ഒടുവിൽ വിജയിക്കുന്നത്. അല്ലെങ്കിൽ വിജയിക്കുന്നോ അല്ലെ വിജയിക്കാതിരിക്കുന്നതോ. അതിനുവേണ്ടി ഈ കുട്ടികളും മാതാപിതാക്കളും എത്രയോ നാളത്തെ ഒരു തപസ്യ തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ലാത്തൊരു കാര്യമാണ്. ഇത് പഠിച്ചിട്ടെന്താണ് ഗുണമെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ തന്നെ പല ഈ വിജയികളോടും ചോദിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് അങ്ങനെയല്ല, വിജയം ഇത് പഠിക്കുന്നതോട് പറഞ്ഞ് അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നു, അതിനുവേണ്ടി നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ തന്നെ അതിൽ നമ്മുടെ ക്യാരക്ടറിനെ വളരെ വലിയ രീതിയിൽ മാറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിയുന്നു. രണ്ടാമത്തെ കാര്യം, ഈ വലിയൊരു സദസ്സിനെ അഭിമുഖീകരിക്കാനോ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയാനോ നമുക്കൊരു പേടിയുമില്ലാതെയാവുന്നു. ചിന്തിക്കാനുള്ള ആ അവസരം, ആ സാധ്യത കൂടുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് നല്ലതാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ അക്ഷരങ്ങൾ, ഈ വാക്കുകൾ പഠിച്ചുകൊണ്ട്, ഈ വാക്കുകൾ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലെങ്കിലും ഈ മത്സരത്തിന് വേണ്ടി ഈ പരിശ്രമവും അതുപോലെ തന്നെ ഈ മത്സരത്തിലെ പങ്കാളിത്തവും അല്ലെങ്കിൽ വിജയവും ഒക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഈ 1ാം സ്ഥാനം കിട്ടിയില്ലെങ്കിലും പിന്നീട് എനിക്കറിയാവുന്ന 2 വർഷം മുമ്പ് ഒരു മലയാളി ബാലികയ്ക്ക് കാലിഫോർണിയയിൽ തന്നെ 3ാം സ്ഥാനം കിട്ടുകയുണ്ടായി. കുറേ വർഷം മുമ്പ് ന്യൂയോർക്കിൽ നിന്നൊരു ബാലികയ്ക്ക് എന്തോ ഡെബി എന്നായിരുന്നു അതിൻ്റെ പേര്, അപ്പോൾ 2ാം സ്ഥാനം കിട്ടുകയുണ്ടായി. ഇതല്ലാതെ മലയാളികളാരും തന്നെ ഈ മത്സരത്തിൽ വിജയിച്ചതായിട്ട് അറിഞ്ഞുകൂടാ. പങ്കെടുക്കുന്നുണ്ടെങ്കിൽ കൂടി നമുക്കതിനോട് വലിയ ക്രേസ് ഇല്ല. അത് ക്രേസ് ഇല്ലാത്തതിൻ്റെ ഒരു കാര്യം, നമുക്ക് താല്പര്യവും ഇല്ല എന്നുള്ളത് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ കണക്കാക്കണം. കാരണം മറ്റ് സമൂഹങ്ങൾ, ഈ മലയാളികൾ ഈ ഇവിടുത്തെ പൊതുരംഗങ്ങളിൽ ഇപ്പം വലിയ കമ്പനികളുടെ മേധാവികൾ ആരും തന്നെ മലയാളികളില്ല. ഈ കോൺഗ്രസ് അംഗങ്ങളിൽ ആരും മലയാളികളില്ല. ഉന്നത സ്ഥാനങ്ങളിലൊന്നും മലയാളികൾ ചുരുക്കമായിട്ടേ ഉള്ളൂ. ഇനി ആരെങ്കിലും ജഡ്ജ് KP ജോർജിനെ പോലെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ മത്സരിച്ചുമൊക്കെ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെ പാരവെക്കാമെന്നാണ് നമ്മളൊക്കെ ചിന്തിക്കുകയും ചെയ്യുന്നത്. നേരെ മറിച്ച് ഉത്തരേന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വലിയ വലിയ കമ്പനികളുടെ മേധാവികൾ, ഈ കോൺഗ്രസ് അംഗങ്ങൾ, രാഷ്ട്രീയക്കാർ, അങ്ങനെ നാനാതരത്തിൽ അവർ മികവ് കാട്ടുന്നുണ്ട്. നമ്മുടെ ആളുകൾ ഈ ചെറിയ നേഴ്സിംഗ്, അല്ലെങ്കിൽ ചിലർ ഡോക്ടറാകും, ചുരുക്കം പേര് എഞ്ചിനീയറാകും, അങ്ങനെ ഒരു വട്ടത്തിൽ കിടന്ന് കറങ്ങുന്നവരാണ് നമ്മുടെ ഈ മലയാളി സമൂഹം. അതെന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടെ. നമ്മൾ അത്ര മികവുള്ളവരൊന്നും അല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് മറ്റവരെ പോലെ. എന്തായാലും അതൊരു കുറവ് തന്നെ ആണെന്നുള്ളതിന് തർക്കമൊന്നുമില്ല. എന്ന് കരുതി ഈ സ്പെല്ലിംഗ് ബിക്ക് കിടന്ന് പാടുപെടണമെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് കാണാനും ആ മത്സരം കാണാനൊക്കെ ബഹുരസമാണ്. എന്നതൊഴിച്ചാൽ നമുക്ക് അത് അനുഭവിക്കുന്നവർക്ക് എത്ര രസമുണ്ടോ എന്ന് എനിക്ക് സന്ദേഹമുണ്ട് താനും. എങ്ങനെയായാലും അതൊരു കാര്യം. പിന്നെ ഇന്ന് കണ്ട നല്ലൊരു വാർത്ത കണ്ടത് ഈ ന്യൂയോർക്ക് ടൈംസിൽ വായിച്ചതാണ്. ഒരു പാകിസ്ഥാനി വനിത, പാകിസ്ഥാൻ വംശജ, അവർ ABCയുടെ എന്തോ പ്രൊഡ്യൂസറാണ്, 37 വയസ്സ്, മറിയം ഖാൻ. അവരുടെ വിവാഹ വാർത്തയെ പറ്റിയാണ്. അവർ ഈ പ്രസിഡന്റ് ബൈഡൻ്റെ ഒഹായോയിൽ ചെന്നപ്പം അത് കവർ ചെയ്യാനായിട്ട് അവിടെ പോയതാണ്. അവിടെ വെച്ച് ഈ പ്രസിഡന്റ് ബൈഡൻ്റെ തന്നെ ഈ പൈലറ്റുമാരെ സംരക്ഷിക്കുന്നതിനുള്ള ആ പൈലറ്റുമാരിൽ ഒരാൾ, മക്കോയി എന്ന് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം ഇവരെ പരിചയപ്പെട്ടു. പിന്നീട് അവർ വിവാഹം കഴിക്കുന്നു. അപ്പോൾ ആ വിവാഹത്തിൽ ഇവരാ കളർഫുൾ ഇന്ത്യൻ പാകിസ്ഥാനി ഡ്രസ്സ് അതിട്ടുകൊണ്ട് ഉള്ള ആ
ആ പടങ്ങൾ കണ്ടു. വളരെ വളരെ മനോഹരമായിരിക്കുന്നു. വളരെ നല്ല നല്ല സന്തോഷകരമായൊരു കാര്യം. അപ്പോൾ അതിൽ ആ ഡ്രസ്സ് അവർ മുംബൈയിലുണ്ടാക്കിയ ഡ്രസ്സാണ്. അപ്പോൾ മുംബൈയിലുണ്ടാക്കിയ ഡ്രസ്സ് ഇവിടെ ഏതോ കടയിൽ നിന്ന് വാങ്ങിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും നല്ല മനോഹരമായ ഡ്രസ്സൊക്കെ ഈ മുംബൈയിൽ നിന്നൊക്കെ വാങ്ങുമ്പം ഈ പാകിസ്ഥാനികൾ വാസം പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് നോക്കുമ്പം എന്തിനാണ് ഈ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നിരന്തരം ഈ ശത്രുത? പാകിസ്ഥാൻ എന്തായാലും ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ഇനിയും ഇന്ത്യയുമായിട്ട് ലോഹിത്പ്പെട്ട് ഒരുമിച്ച് പോകാവുന്നേ ഉള്ളൂ. ഒറ്റ രാജ്യമാകണമെന്നല്ല. ഈ വഴക്കും വയ്യാവലിയും അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ടോ ഈ രണ്ട് രാജ്യത്തുമുള്ള തീവ്രവാദികൾക്ക് അതിന് താല്പര്യം ഉണ്ടാവുന്നില്ല. അപ്പോൾ അത് ചൈനയെ പോലുള്ളവർ അത് മുതലെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് ഈ സംഭവം കണ്ടപ്പം ഇപ്പം ഇങ്ങനെ ഉള്ള നമുക്കറിയാം നമ്മുടെയൊക്കെ ഇപ്പം എൻ്റെ ഡോക്ടർ പാകിസ്ഥാനിയായിരുന്നു എന്ന് കരുതി പിന്നെ അങ്ങേരുമായിട്ട് ഞാനിങ്ങനെ ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ സംസാരിക്കാറുണ്ട്. അങ്ങേരും പറയുന്നത് ഈ പാകിസ്ഥാനിലും തീവ്രവാദികളുണ്ട്, ഇന്ത്യയിലും തീവ്രവാദികളുണ്ട്. ഇവർ രണ്ടു കൂട്ടരും ഒത്തുപോകാനായിട്ട് സമ്മതിക്കില്ല. അപ്പോൾ അതാണ് സങ്കടകരം. പക്ഷേ ഇവിടെയുള്ള പാകിസ്ഥാനികൾ അവരുമായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ നമ്മളെപ്പോലെ തന്നെ അമേരിക്കൻ പൗരന്മാരും അമേരിക്കയിൽ ജീവിക്കുന്നവരും. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല സന്തോഷമുള്ള വാർത്തകൾ പിന്നെ ഒരു അമേരിക്കക്കാരൻ അവരെ വിവാഹം കഴിക്കുന്നു. അവർ ട്രഡീഷണൽ ഇന്ത്യൻ അല്ലെങ്കിൽ പാകിസ്ഥാനി ഡ്രസ്സിൽ വരുന്നു. അപ്പോൾ അതെല്ലാം കാണുന്നതും കേൾക്കുന്നതൊക്കെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെ. ഇതിൻ്റെ കൂടെ തന്നെയാണ് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ പ്രസിഡൻറ്റ് ട്രംപ് IRSനെതിരെ 10 ബില്യൻ്റെ മാനനഷ്ട കേസ് കൊടുത്തിരുന്നു. അത് ഈ ട്രംപിൻ്റെ പിന്നെ ഇൻകം ടാക്സ് രേഖകൾ ഏതോ ഒരു കരാറുകാരൻ മുഖേന അത് ന്യൂയോർക്ക് ടൈംസിന് കിട്ടി, അങ്ങനെ ചോർന്നു പോയി. അപ്പോൾ അതിൽ IRSനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവർ നഷ്ടപരിഹാരം നൽകണമെന്നും പറഞ്ഞാണ് ഈ 10 ബില്യൺ അതിൻ്റെ നഷ്ടപരിഹാര കേസ് കൊടുത്തത്. അപ്പം ട്രംപിൻ്റെ മക്കളും. അപ്പോൾ ആ കേസ് പിന്നീട് ഈ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഒത്തുതീർന്നിട്ട് IRSുമായിട്ട് ഒത്തുതീർന്നിട്ട് പകരം ഒരു $1.8 മില്യൺ ഒരു ഫണ്ട് രൂപീകരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ആളുകളെ ഉപദ്രവിച്ച അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനായിട്ട്. ഈ ഉപദ്രവിച്ച പട്ടികയിൽ പെടുന്നവർ പണ്ട് ജനുവരി 6 ഈ ക്യാപിറ്റോൾ ഹിൽ അതിക്രമം നടത്തിയ ആളുകളൊക്കെ അങ്ങനെ അവർക്കെതിരെ കേസെടുത്ത ആളുകൾ, ജയിലിൽ പോവുകയൊക്കെ ചെയ്ത ആളുകൾ, അവരെല്ലാം ഈ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അതിക്രമത്തിന് ഇരയായവരാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്കൊക്കെ നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കാം. എന്തായാലും ഒരു ജഡ്ജി തൽക്കാലം അത് നിർത്തിവയ്ക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു. ഈ കേസ് ഈ 10 ബില്യൻ്റെ കേസ് പിൻവലിച്ചത് പുനഃപരിശോധിക്കാനായിട്ടാണ് ജഡ്ജി തീരുമാനിച്ചിരിക്കുന്നത്. അത് ഫ്ലോറിഡയിലുള്ള ഒരു ജഡ്ജിയാണ്. ഒബാമയുടെ ഭരണകാലത്തുള്ളതാണ്, നിയമിച്ചതാണ്. അപ്പം ഏതാണ്ട് 36 മുൻ ജഡ്ജിമാരാണ് ഈ കേസ് അവരുടെ മുൻപിൽ കൊണ്ടുവന്നത്. അവരാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ഇത് ഈ കോടതിയൊന്നും പുനഃപരിശോധിക്കാനുള്ള അവസരം കൊടുക്കാതെ ഈ ട്രംപ് ഭരണകൂടം തന്നെ, ട്രംപും അതുപോലെ തന്നെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റും കൂടി ആണ് ഈ 1.8 ബില്യൻ്റെ കാര്യം തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നിയമവിരുദ്ധമാണ്. കോടതിക്ക് ഓവർസൈറ്റ് ഇല്ല, അതുപോലെ തന്നെ അത് കോൺഗ്രസിൻ്റെ അംഗീകാരവുമില്ല. അങ്ങനെയുള്ളൊരു കാര്യമാണത്. നിരോധിക്കണമെന്ന് പറഞ്ഞാണ് മുൻ ജഡ്ജിമാർ കോടതിയെ സമീപിച്ചത്. അപ്പോൾ തൽക്കാലം കോടതി അത് നിരോധിച്ചിരിക്കുന്നതാണ് ഒരു കാര്യം. രണ്ടാമത്, ഈ മിനസോട്ടയിൽ ഈ ഒരു ഇല്ലീഗൽ വെനസ്വേലയിൽ നിന്നോ മറ്റോ വന്ന ഒരു ഇല്ലീഗൽ ഇമിഗ്രൻറ്റിനെ വെടിവെച്ച കേസിൽ ഒരു ഐസ് ഏജൻറ്റിനെ ഐസ് ഏജൻറ്റിനെതിരെ കേസെടുത്തിരുന്നു. ആ കേസിൽ അയാളെ ടെക്സസിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ ടെക്സസിൽ നിന്ന് അയാളെ മിനസോട്ടയിലേക്ക് കൊണ്ടുവരണം. അപ്പം അവിടെ നിന്നുള്ള അനുവാദം കിട്ടുമെന്ന് കരുതുന്നു. പിന്നെ ഒന്ന്, ഈ ഇബോള ബാധിച്ച ആളുകളെ കെനിയയിലേക്ക് അയക്കും. അവിടെ ഒരു ഹോസ്പിറ്റലിൽ അവർ താമസിക്കാനുള്ള സൗകര്യമെല്ലാം ചെയ്യുമെന്നാണ് അമേരിക്ക പറഞ്ഞിരുന്നത്. അപ്പോൾ അത് അങ്ങോട്ട് അയക്കുന്നത് തടഞ്ഞുകൊണ്ട് അവിടുത്തെ കോടതി ഉത്തരവിട്ടിരിക്കുന്നു. അവിടെ ഇപ്പോൾ കെനിയയിൽ ഇപ്പോൾ ഇബോള ഇല്ല. അപ്പോൾ അവിടെ പക്ഷേ ഒരു ഹോസ്പിറ്റൽ സ്ഥാപിച്ചിട്ടുണ്ട്, 50 ബെഡുള്ള ഒരു ഹോസ്പിറ്റൽ. അപ്പോൾ അങ്ങോട്ട് ആളുകളെ അയക്കും, അതിന് കെനിയയ്ക്ക് പൈസ കൊടുക്കും. അപ്പോൾ അത് നിരോധിച്ചുകൊണ്ടാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പോൾ എത്ര ദിവസത്തേക്കാണ് ആ നിരോധനം എന്നറിയില്ല. എന്തായാലും ഭരണകൂടം പൈസ മേടിച്ചുകൊണ്ടൊക്കെയാണ് അതിനുള്ള ഫെസിലിറ്റിയൊക്കെ ചെയ്തു കൊടുത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെതിരെയാണ് ജനരോഷമൊക്കെ ഉയർന്നിരിക്കുന്നത്. കോടതിയും രംഗത്ത് വന്നിരിക്കുന്നു. അപ്പം ഇബോള ബാധിച്ചവരെ എങ്ങോട്ട് വിടുമെന്നുള്ളത് ആണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്.